ജനൻ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മഹാഭാരതിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ചരിത്രത്തോടൊപ്പം നിൽക്കുന്ന മിഠായി തെരുവിലാണ്. ഞാൻ അരുൺ ഗോകുൽ. എന്തായാലും സമഗ്രമായ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളാണ് ഈ അരമണിക്കൂറിൽ പ്രേക്ഷകർക്ക് ഒപ്പം പങ്കുവെക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. ഡൽഹിയിൽ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് നമുക്കൊപ്പം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തിറക്കാൻ വേണ്ടി BJP തയ്യാറായിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ ഉണ്ടാകുകയും ചെയ്തത്. അത് മലയാളികൾക്ക് സംബന്ധിച്ചോളം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗൗതം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് ഒപ്പമുണ്ട്. എന്തായാലും ഗൗതം, എന്താണ് ഏറ്റവും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രകടന പത്രിക BJP ഇറക്കിയിരുന്നു. അത് ഏറ്റവും അഭിമാനകരമായി അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത്തവണ പ്രധാനമായും പരിഗണിക്കുക? ആരൊക്കെയാണ് ഈ ഒരു അംഗങ്ങളായി ഉള്ളത്? അവരുടെ ഇന്നിപ്പോൾ 27-അംഗ സമിതിയാണ് BJP അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത്. 2019-ലും കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു ഈ സമിതിയുടെ ചെയർമാൻ. ഒപ്പം ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ സമിതിയുടെ കൺവീനറായും കോ കൺവീനറായിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലുമൊക്കെ ഉണ്ട്. ഒപ്പം നേരത്തെ അരുണ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ നിന്നും രണ്ട് പ്രമുഖരുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി, അദ്ദേഹം BJPയുടെ രണ്ട് പ്രധാനപ്പെട്ട ദേശീയ ചുമതലകൾ കൂടി വഹിക്കുന്ന വ്യക്തിയാണ് അനിൽ ആന്റണി. ഒന്ന് അദ്ദേഹം ദേശീയ സെക്രട്ടറിയാണ്, ഒപ്പം ദേശീയ വക്താവ് കൂടിയാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ മാനിഫെസ്റ്റോ സമിതിയിൽ കൂടി 27 അംഗങ്ങളുള്ള ഈ സമിതിയിൽ കൂടി അനിൽ ആന്റണി ഇടം പിടിച്ചിരിക്കുന്നത്. 4 മുഖ്യമന്ത്രിമാരുണ്ട്. അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഒപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. അങ്ങനെ പ്രമുഖരുടെ ഒരു നീണ്ട നിര. അവരാണ് BJPയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. നമുക്കറിയാം പ്രകടന പത്രിക എന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും വളരെയധികം പ്രാധാന്യമുള്ളതാണ്, ജനങ്ങൾ ഉറ്റുനോക്കുന്നതാണ്. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ അധികാരത്തിൽ കയറിയാൽ വരുന്ന 5 വർഷം അവരുടെ പോളിസി എന്താകും, രാജ്യത്ത് എന്തൊക്കെ നടപ്പാക്കും, ഏതൊക്കെ നയങ്ങളെ മുൻനിർത്തിയാകും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വിശദീകരിക്കുന്നതാണ്. അതിനാൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രകടന പത്രിക വളരെ കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തവണ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അഭിമാനത്തോടു കൂടി അവർക്ക് പറയാം. കാരണം വർഷങ്ങളായി തന്നെ BJPയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ആദ്യം ഇടം പിടിക്കുന്ന ഒന്ന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. നമുക്കറിയാം 1980-ൽ BJP രൂപീകൃതമായത് മുതൽ പിന്നീട് ഇങ്ങോട്ട് 89 കാലഘട്ടങ്ങളിലാണ് രാമജന്മഭൂമി പ്രക്ഷോഭം കത്തിക്കേറുന്നത്. അതിനുശേഷം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP മുന്നോട്ട് വെക്കുന്ന അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമമന്ദിരം നിർമ്മിക്കുമെന്നുള്ളതായിരുന്നു. 96-ൽ BJPക്ക് അധികാരം ലഭിക്കുന്നുണ്ട്. 182 സീറ്റുകൾ 96-ൽ 161 സീറ്റും പിന്നീട് 98-ലും 99-ലും 182 സീറ്റും നേടി BJP ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നുവെങ്കിലും നമുക്കറിയാം അന്ന് കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നില്ല. AB വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ BJPയുടെ പല പ്രഖ്യാപിത നയങ്ങളും അവർക്ക് നടപ്പാക്കാൻ പറ്റാതെ പോയത് 272 എന്ന് പറയുന്ന ആ നമ്പർ BJPക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വിവിധ സഖ്യകക്ഷികളെ കൂടെ നിർത്തിയുള്ള ഭരണമാണ് AB വാജ്പേയി 98 മുതൽ 2004 വരെ നടത്തിയത്. അതിനാൽ അയോധ്യയോ അല്ലെങ്കിൽ കശ്മീരിന്റെ പ്രത്യേക അധികാരമോ ഒന്നും എടുത്തു കളയാൻ പറ്റുന്നത്ര MP-മാരുടെ എണ്ണം BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷെ 2014 നമുക്കറിയാം നരേന്ദ്രമോദി യുഗം എന്ന് പറയുന്നത് BJPക്ക് ഒറ്റയ്ക്ക് 272 എന്ന ഒരു നമ്പർ കടന്നുകൊണ്ട് 2014 അത് 282 ആണ്. 2019 എത്തുമ്പോൾ അത് 303 ആണ്. ഈ തവണ നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിക്കുന്നു, പ്രധാനമന്ത്രി തന്നെ എല്ലാ റാലികളിലും അദ്ദേഹം പറയുന്നത് ആപ്കി ബാർ 400 പാർ എന്നതാണ്. 400-ലധികം എന്ന പ്രഖ്യാപനത്തോടെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് അയോധ്യ എന്ന ഏതാണ്ട് 80-ൽ BJP രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ മാനിഫെസ്റ്റോയിലും പറഞ്ഞ കാര്യം അത് നടപ്പാക്കിയതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു വരുന്നത്. ഒപ്പം 2019-ലെ മാനിഫെസ്റ്റോയിൽ മറ്റൊന്ന് പറഞ്ഞിരുന്നത് ഈ CAA ആയിരുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള മതപീഡനം നേരിടുന്ന ഹിന്ദുക്കൾ, ക്രൈസ്തവർ, ബുദ്ധന്മാർ, സിഖുകാർ, പാഴ്സികൾ, അങ്ങനെ ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ നമ്മുടെ രാഷ്ട്രത്തിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനം അത് CAA-യിലൂടെ ഈ സർക്കാർ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു.
അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യം 1951 ഭാരതീയ ജനസംഘം രൂപീകൃതമായ നാൾ മുതൽ, അതായത് BJPക്ക് മുമ്പ് അതിന്റെ പൂർവ്വരൂപം നമുക്കറിയാം ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനസംഘമാണ്. 1951 ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനത്തിന്റെ അടിസ്ഥാനം പോലും ഈ കശ്മീരിന്റെ പ്രത്യേക അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ജനസംഘത്തിന്റെ നാൾ മുതൽ മാനിഫെസ്റ്റോയിൽ ഇടം പിടിച്ചിരുന്നുവെന്നതാണ് കൃത്യമായ കേവല ഭൂരിപക്ഷം ഒരിക്കൽ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ലഭിച്ചാൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുമെന്നുള്ളത്. അത് തീർച്ചയായും 2019 സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു സങ്കല്പ പത്ര അല്ലെങ്കിൽ പ്രകടന പത്രിക ഇനിയും BJP മുന്നോട്ട് വെക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. അത് ദേശീയ വിഷയങ്ങൾ മാത്രമല്ല വികസന വിഷയങ്ങളിലും BJP പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. ഇനി 5 വർഷങ്ങൾ കൂടി ലഭിച്ചാൽ, ഇനിയും 2029 വരെ ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം ലഭിച്ചാൽ എന്തൊക്കെ നടപ്പാക്കുമെന്ന് വിശദീകരിക്കുന്നതാണ് പ്രകടന പത്രിക. സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള ആ ഒരു സമിതിയെയാണ് ഇന്നിപ്പോൾ BJP രൂപീകരിച്ചിരിക്കുന്നത്. അരുൺ കൊടുക്കൂർ. ഗൗതം, അതോടൊപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥി പട്ടികയും കൃത്യമായി തന്നെ BJP പുറത്തിറക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് 8ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കൂടി BJP ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ ഏതൊക്കെ പ്രമുഖരാണ് ഉൾപ്പെടുന്ന ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കുമോ? ആരുടെ അല്പസമയം മുമ്പാണ് BJP ദേശീയ നേതൃത്വം 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടങ്ങുന്നവരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 മണ്ഡലങ്ങളിലും NDA ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 12 5ാം ഫേസിൽ പിന്നീട് BJPയുടെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ 8ാമത്തെ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 11 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ്. 3 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ 9, അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലെ സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഒപ്പം ഒഡീഷ, ഈ 3 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 8ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. 2019 വലിയ മുന്നേറ്റമാണ് BJPയോടെ കാഴ്ചവെച്ചത്. 18 സീറ്റിലേക്ക്, 2014 അവിടെ കേവലം 2 സീറ്റിൽ മാത്രമാണ് BJP വിജയിച്ചത്. അസൻസോളും ഡാർജിലിംഗുമായിരുന്നു. അത് 2019 എത്തുമ്പോഴേക്കും 18 സീറ്റിലേക്ക് എത്തി. ഈ തവണ ഒരു 30 സീറ്റിനടുത്ത് BJP വിജയം ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇപ്പോൾ അവിടുത്തെ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബും ഒഡീഷയും BJPക്ക് നിലവിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത, അതിൽ ഒഡീഷയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി എങ്കിൽ പോലും ഒരു 10ന് മുകളിലേക്ക് സീറ്റുകൾ എത്തിയിട്ടില്ല. ഇത്തവണ ഒഡീഷയിലും വലിയ മുന്നേറ്റം BJP ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം പഞ്ചാബിൽ സഖ്യ ചർച്ചകൾ നടന്നുവെങ്കിലും അത് കാര്യമായ ഫലം കണ്ടില്ല. ശിരോമണി അകാലിദളും BJPയും സഖ്യമായല്ല മത്സരിക്കുന്നത്. എന്തായാലും ഈ 3 സംസ്ഥാനങ്ങളിലെ 11 സ്ഥാനാർത്ഥികളുടെ പട്ടിക അടങ്ങുന്ന 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് അല്പസമയം മുമ്പ് BJP കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയത്. അരുൺ. എന്തായാലും ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങളാണ് ഗൗതം അനന്തനാരായണൻ നൽകിയിരിക്കുന്നത്. ഇനി വാർത്തയിലേക്ക് പോവുകയാണ്. ഒരു രസകരമായ വാർത്തയാണ്. രസകരമായിട്ടില്ല, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ചിഹ്നം. ഗൂഗിൾ തന്നെ ചെയ്ത ഒരു വാർത്തയാണ്. എന്താണ് ആ ഒരു വാർത്തയുടെ ഒരു അത് നമ്മുടെ ഈ കോഴിക്കോട് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ മിഠായി തെരുവിൻ്റെ അടുത്ത് വലിയങ്ങാടിയിലാണ്. ഈ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിഹ്നങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഡിജിറ്റൽ യുഗത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും ഈ സ്റ്റെൻസിലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ചിഹ്നം വരകളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. എനിക്ക് തോന്നി പഴയ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതായത് അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാണെന്നാണ്. അതുകൊണ്ട് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സ്റ്റെൻസിൽ ഷോപ്പുണ്ട് കോഴിക്കോട് വലിയങ്ങാടിയിൽ. ആ ഷോപ്പിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇവിടെ എല്ലാ ചിഹ്നങ്ങളുമുണ്ട്. താമര, കൈപ്പത്തി, അരിവാൾ ചുറ്റിക നക്ഷത്രം എല്ലാം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കവലകളിലും ഭിത്തികളിലുമെല്ലാം തെളിഞ്ഞിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ഒരുങ്ങുന്നത് ഇവിടെ നിന്നാണ്. കോഴിക്കോട് വലിയങ്ങാടി ഗണ്ണി സ്ട്രീറ്റിലാണ് ഈ സ്റ്റെൻസിൽ ഷോപ്പ്. 55 വർഷം മുൻപ് തുടങ്ങിയ ഇവിടെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരക്ക് കൂടും. ലോഹത്തിൽ ചിഹ്നങ്ങൾ വെട്ടിയെടുത്ത് അത് ഓരോ പ്രതലത്തിലും വെച്ച് മുകളിൽ കൂടി പെയിന്റ് അടിക്കുകയോ സ്പ്രേയോ ചെയ്യണം. താമര വിടരും, കൈ പതിയും, അരിവാൾ ചുറ്റിക നക്ഷത്രം തെളിഞ്ഞു വരും. നല്ലളം സ്വദേശിയായ സമീറിൻ്റെതാണ് ഷോപ്പ്. എല്ലാ പാർട്ടിക്കാർക്കും ഒരേ സ്വീകരണമാണിവിടെ. ഇതൊരു 50-55 വർഷം മുന്നേ ഉള്ള സ്ഥാപനം കേട്ടോ. പക്ഷേ ഞാൻ അത്ര ഒന്നുമില്ല. ഇതിന് മുന്നേ ഇതിൻ്റെ ഓണർ ഉണ്ടായിരുന്നു, ബീരാൻകുട്ടി എന്ന് പറഞ്ഞ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹമാണ് ഇതിൻ്റെ ഫസ്റ്റായിട്ട് ഈ വർക്ക് തുടങ്ങിയത്. ഇന്നലെ തലമുറയായിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ വന്ന് തുടങ്ങിയതാണ്. 30 വർഷം പോലെ ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥാപനം നടത്തുന്നത്
പിന്നെ അന്നത്തെ അതേമാതിരി തന്നെ വർക്കുകൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം തിരഞ്ഞെടുപ്പ് മാറിയെങ്കിലും നമ്മളെ പഴയ ആ ഒരു വർക്കുകൾ തന്നെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പം 2 താമര 2 കൈപ്പത്തിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് ലീവാണ്, ഇന്ന് വെല്ലിയങ്ങാടിയായിട്ട്. എന്നാലും നമ്മൾ വർക്കിനോട് അനുസരിച്ചിട്ട് പോകുന്നത്, കാരണം തിരക്കാണ്. താമര കൊത്തിയെടുക്കാനാണ് എളുപ്പം, കൈപ്പത്തി പണിതെടുക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്. കയ്യിൻ്റെ ചിഹ്നമൊക്കെ കൊത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കാരണം ഏകദേശം രാവിലെ തുടങ്ങിയാൽ ഒരു ഉച്ച കഴിയും. കാരണം അത് സ്കെച്ച് വരച്ച് ക്ലിയറാക്കി കൊണ്ടുവന്ന് പിന്നെ അതേപോലെ തന്നെ കൊത്തുന്ന പണി അത്ര ടൈം എടുക്കും. പിന്നെ അതിനേക്കാളും കുറവാണ് പിന്നെ ഈ താമര കൊത്താൻ സമയം കുറവാണ്. ഈ താമരക്കാട്ടി വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് ചുറ്റിക അരിവാൾ നക്ഷത്രം എന്ന് പറഞ്ഞ ചിഹ്നം. ലോഹത്തിൽ ചിഹ്നങ്ങൾ വെട്ടിയെടുത്താൽ എളുപ്പത്തിൽ എല്ലായിടത്തും പതിപ്പിക്കാമെന്നതാണ് സ്റ്റെൻസിലുകളുടെ ഗുണം. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിലും സ്റ്റെൻസിലുകൾക്ക് ചിലവേറെയാണ്. ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്. ഇനി അടുത്തത് പോകുന്നത് ആലപ്പുഴയിലേക്കുള്ള വാർത്തയിലാണ്. ആലപ്പുഴയെ സംബന്ധിച്ചോളം നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും നടക്കുന്ന ഒരു മണ്ഡലമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചോളം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ലഭിച്ച ഒരേ ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും വലിയ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന മണ്ണാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും നടക്കുകയാണ്. ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വോട്ട് വർധനവുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നിടത്ത് തന്നെ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഭയങ്കര ഒരു വെപ്രാളോ വളരെയൊക്കെ. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളൊക്കെ നശിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് അനുകൂലമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഈ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ കളക്ട്രേറ്റിലേക്ക് മുന്നിൽ സമരം വ്യാപിപ്പിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ആ വാർത്തയൊന്ന് കണ്ടുവരാം. ഹരിപ്പാട് RK ജംഗ്ഷന് സമീപവും KSRTC സ്റ്റാൻഡിലും വെച്ചിരുന്ന തന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ മുഖം വെട്ടിയൊട്ടിക്കുകയും ചെയ്തത് ചൂണ്ടിക്കാട്ടിയാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, റോഡിൽ വെച്ച് ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുക എന്ന വ്യാജേന തന്റെ 21-ലധികം ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുകയാണുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിയമപരമായ പരിരക്ഷ ലഭ്യമായില്ലെങ്കിൽ കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തും. എൻ്റെ 10-21 ഫ്ലക്സ് ബോർഡുകൾ, ആരിഫിന്റെ ഫോട്ടോ എൻ്റെ മുഖത്ത് വെച്ച ഫ്ലക്സ് ബോർഡുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചത്. അത് ചെയ്തത് ഇത് പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭ്യമായില്ലെങ്കിൽ കളക്ടർ, ഈ ജില്ലയുടെ കളക്ടർ, അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള അധികാരം വഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആ കളക്ടറേറ്റിന്റെ മുന്നിൽ തന്നെ സമരം നടത്തുന്നതിനെ കുറിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അനുവാദം വാങ്ങിവെച്ച പോസ്റ്ററുകളാണ് കീറി നശിപ്പിച്ചത്. എത്ര ഫ്ലെക്സ് ബോർഡുകൾ കീറിയാലും തന്റെ ഫ്ലെക്സ് ബോർഡ് ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മിസ്റ്റർ ആരിഫ്, എന്റെ ഫ്ലെക്സ് ബോർഡ് ചുമരിലില്ലെങ്കിലും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ വെക്കണം എന്ന് എനിക്കറിയും. അത് കഴിഞ്ഞ 30 വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ആളുകളുടെ ഹൃദയത്തിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. താങ്കളുടെ സഹോദരന്മാരുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള പ്രവർത്തകന്മാർ, അവർ ഇത്തവണ ശോഭാ സുരേന്ദ്രനെ കൈപ്പിടിക്കും എന്ന് ഞാനത് തെളിയിച്ചു തരാം. എന്തായാലും ഈ വക പരിപാടിയൊന്നും വേണ്ട എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കരുനാഗപ്പള്ളിയിൽ മയക്കുമരുന്നിന് അടിമകളായ കുറെ ആളുകൾ ഒരു കടയിൽ തന്റെ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ കടയുടമയെ മർദ്ദിച്ചു. തന്റെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും വെക്കാൻ അനുവദിച്ചാൽ അടി കിട്ടുമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് എതിരാളികൾ നടത്തുന്നത്. അതൊന്നും വിലപ്പോവില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ മയക്കുമരുന്ന് ലോബിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനം, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. വീറും വാശിയും നിറഞ്ഞുള്ള ഒരു ആരോപണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് ആവേശം മുന്നോട്ട് പോകും. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പത്രിക സമർപ്പണത്തിലേക്ക് പോവുകയാണ്. ഇന്ന് എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു. നമുക്കറിയാം, ഈ KS രാധാകൃഷ്ണൻ എറണാകുളം മണ്ഡലത്തിലേക്ക് വരുന്നത് അവസാനമാണ്. BJPയുടെ 4ാം ഘട്ട പത്രിക പുറത്തു മാസ് എൻട്രിയാണ്. KJ ഷൈനും ഹൈബീഡനൊക്കെ നേരത്തെ രംഗത്തുണ്ട്, പ്രചാരണ രംഗത്തുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക നോമിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ KS രാധാകൃഷ്ണനാണ് മുൻപിൽ. അദ്ദേഹം ഗാന്ധി പ്രതിമയിൽ മാലയൊക്കെ ചാർത്തിയിട്ടാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം അവസാന സമയത്തും പറഞ്ഞത് രാജ്യം മുഴുവൻ മോദി തരംഗം ആഞ്ഞടിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോവാം.
I, Radhakrishnan, having been nominated as a candidate to fill a seat in the House of the People, do swear in the name of God and affirm that I will bear true faith and allegiance to the Constitution of India. കാക്കനാട് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് KS രാധാകൃഷ്ണൻ പത്രിക സമർപ്പണത്തിനെത്തിയത്. വരണാധികാരിയായ എറണാകുളം ജില്ലാ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നായിരുന്നു പത്രിക സമർപ്പണത്തിന് ശേഷം KS രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. രാജ്യം മുഴുവൻ മോദി തരംഗം ആഞ്ഞടിക്കുകയാണെന്നും KS രാധാകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ ലക്ഷ്യം ജയിക്കുക എന്നത് ആണ്. ജയത്തിൽ കുറഞ്ഞ ഒന്നിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ത്യ മുഴുവനും ഒരു മോദി തരംഗം ആഞ്ഞടിക്കുന്നു. അത് കേരളത്തിൽ മാത്രം ഉണ്ടാകില്ല എന്ന് നിങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥും ഇന്ന് പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാമിന് മുന്നിലാണ് രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചത്. ജനം, കൊച്ചി. ഇനി മധ്യ കേരളത്തിലെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. കാരണം ഇന്ന് ഈസ്റ്റർ ആണ്, നാളെ ഈസ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയുടെ ഒരു ആ മേഖലയിലും തെരഞ്ഞെടുപ്പ് മന്ദഗതിയിലാണ്. എന്തായാലും സുധീഷ് ഗോപാൽ ഈ മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷവുമായി നമുക്ക് പോവുകയാണ്. സുധീഷ്, എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുകയാണ് മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും. എന്തായാലും ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ NDAയും അതോടൊപ്പം തന്നെ UDFും എല്ലാം തന്നെ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ കൂടിയുണ്ട്. എങ്ങനെയായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ? അരുൺ, മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് ഇക്കുറി കളമൊരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം പ്രചരണങ്ങളൊക്കെ അല്പം മന്ദഗതിയിലായിരുന്നു. കാരണം ദുഃഖവെള്ളിയും നാളെ ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘോഷങ്ങളും അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മിക്ക സ്ഥാനാർത്ഥികളും പ്രചരണങ്ങൾ അല്പം തണുപ്പിച്ചിരുന്നു. എന്നാൽ 2 ദിവസമായി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും മാറി നിന്ന NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാളെ മണ്ഡലത്തിൽ തിരിച്ചെത്തും. അതോടെ വീണ്ടും NDA ക്യാമ്പ് കൂടുതൽ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകും. ആലപ്പുഴയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രചരണം അല്പം മന്ദഗതിയിലായിരുന്നു. അതിനിടയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകനായ സുധീർ എന്ന ഹരിപ്പാടിനടുത്തുള്ള കുമാരപുരം മണ്ഡലത്തിലെ പ്രസിഡന്റിനെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ വിഭാഗീയതയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ആ രീതിയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ പ്രചരണത്തെ വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നല്ല, പോലീസ് കേസെടുത്തിട്ടുണ്ട്. 326 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ ശ്രീകുട്ടനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ രീതിയിൽ അതീവ ഗൗരവകരമായി തന്നെ കോൺഗ്രസും കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ CPM-നുള്ളിലെ ഭിന്നത LDFിന്റെ പ്രചരണങ്ങളെയും സാരമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ആലപ്പുഴയിൽ നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ NDAയുടെ പ്രചരണവും ശക്തമായി മുന്നേറുകയാണ്. ആ സ്ത്രീ വോട്ടർമാർക്കിടയിൽ അടക്കമുള്ള NDA സ്ഥാനാർത്ഥിയുടെ ഒരു സ്വാധീനം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ കോട്ടയം മണ്ഡലത്തിലും തുഷാർ NDA സ്ഥാനാർത്ഥിയായി പ്രചരണത്തിനെത്തിയതോടുകൂടി അവിടെയും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സാഹചര്യം വരുന്നു. ഇന്ന് നിയോജക മണ്ഡലം കൺവെൻഷനുകളെല്ലാം തന്നെ NDAയുടെ കോട്ടയം മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 3-ാം തീയതിയാണ് തുഷാർ വെള്ളാപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എറണാകുളം മണ്ഡലത്തിൽ ഇന്ന് NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നമുക്കറിയാം അല്പം വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതെന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളുമൊക്കെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ വളരെ വേഗം പ്രചരണത്തിൽ മുന്നിലേക്ക് എത്താനും അതോടൊപ്പം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും NDA സ്ഥാനാർത്ഥിയാണ്. ആ രീതിയിൽ ഇവിടെയും NDAയുടെ പ്രചരണങ്ങളെല്ലാം സജീവമായി മുന്നേറുകയാണ്. കോട്ടയം മണ്ഡലത്തിലെ തോമസ് ചാഴിക്കാടനും 3-ാം തീയതി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. അവിടെ LDFിന്റെ പ്രചരണം ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും 5-ാം തീയതി എത്തുന്നു. ആ രീതിയിൽ ശക്തമായ മത്സരം തന്നെ കോട്ടയത്തും നടക്കുന്നു. ആ രീതിയിൽ മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും പ്രചരണം വരും ദിവസങ്ങളിൽ ഏപ്രിൽ 1 മുതൽ വളരെ ശക്തമാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ ചൂടും മധ്യ കേരളത്തിൽ പൊതുവെ തന്നെ വളരെ ശക്തമാണ്. എന്നാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ മധ്യ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അരുൺ, തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയാണ്. BJPയെ സംബന്ധിച്ചോളം ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു മണ്ഡലമാണ്. പണ്ട് മുതലേ ഒരു സ്വാധീനമുള്ള താഴെ തട്ട് മുതൽ കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം താഴെ തട്ട് മുതൽ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളൊക്കെ പണ്ട് മുതലേ ഈ താമര ചിഹ്നത്തിലൊക്കെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ, P. അശോക് കുമാർ. അദ്ദേഹം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ടും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ സമയത്തും വീണ്ടും സജീവമാണ്. പക്ഷെ അദ്ദേഹം തന്റെ ഈ ആദ്യ കാലഘട്ടങ്ങളിലെ BJP പ്രവർത്തനം അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നതുമായി
ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തനം നടത്തിയത്. പക്ഷേ ആ CPM-കാരും കോൺഗ്രസ്സുകാരൊക്കെ ആ രീതിയിൽ അദ്ദേഹത്തെ ചെയ്തെങ്കിലും അതിൽ നിന്നും പിന്നോട്ട് പോകാതെ ഇന്നും രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് അദ്ദേഹം ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലും അദ്ദേഹം അനുഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. BJP ആദ്യമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. വർഷം 1989. സ്ഥാനാർത്ഥി P. അശോക് കുമാർ. ചിഹ്നം തങ്കത്താമര. പ്രതികൂലമായിരുന്നു രാഷ്ട്രീയ കാലാവസ്ഥ. ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന LK അദ്വാനി പ്രചാരണത്തിന് തിരുവനന്തപുരത്തെത്തുന്നു. പക്ഷേ പൊതുയോഗത്തിന് പന്തൽ കെട്ടാൻ പോലും സ്ഥലമനുവദിക്കാതെ ഭരണകൂടത്തിന്റെ ഭീകരത. രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിന്റെ പിൻബലവും KG മാരാർ എന്ന മാരാർജിയുടെയും PP മുകുന്ദൻ എന്ന മുകുന്ദേട്ടന്റെയും സംഘടനാ വൈഭവം. ഇങ്ങനെ തരണം ചെയ്യപ്പെട്ട പ്രതിസന്ധികൾ ഓർക്കുകയാണ് അധ്യാപകനായിരുന്ന P. അശോക് കുമാർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് 1989 മത്സരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് എൻ്റെ എതിരാളികളെന്ന് പറയുന്നത് ഒന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാൾസ്, പിന്നെ മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് മത്സരിച്ച ONV കുറുപ്പ്. വളരെ പ്രസിദ്ധന്മാരാണ് ഇവർ രണ്ടുപേരും. ചാൾസ് അതിന് മുമ്പും MP ആയിരുന്ന ആളാണ്. അപ്പോൾ നമ്മളെ അന്ന് നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇത്, പിന്നെ നമുക്ക് MP-മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും നമ്മൾ ആൾക്കാരെ കാണാനൊക്കെ പോകുമ്പോൾ പലർക്കും നിഷേധാത്മകമായ ഒരു നയമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് സംഘാനുഭാവികൾ, അതുപോലെ ഈശ്വരവിശ്വാസികൾ, അങ്ങനെ ഒരു ചെറിയ വിഭാഗം മാത്രമേ നമുക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോഴത്തേക്കും അവർ ഇവിടെ BJPക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമ്മളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷെ അന്നുണ്ടായിരുന്നത് പണത്തെക്കാൾ ഉപരി ആത്മാർത്ഥതയുള്ള, എന്തും പാർട്ടിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗം ആൾക്കാർ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. മുരളി മനോഹർ ജോഷി, വെങ്കയ്യ നായിഡു, അങ്ങനെ പ്രഗത്ഭർ P. അശോക് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തലസ്ഥാനത്തെത്തിയിരുന്നു. തുടർച്ചയായി 25 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഇത്തവണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നതിൽ പൂർണ്ണ വിശ്വാസം. പണ്ടത്തെ അനുഭവമല്ല ഇന്നുണ്ടാവണം. അവരെല്ലാം മോഡിയെ ദൈവത്തിന് തുല്യം ആദരിക്കുന്നുണ്ട്. അവരെല്ലാം മോഡി ഇനിയും ആയുസ്സും ആരോഗ്യത്തോടും കൂടി കുറേ കാലം കൂടി ഇന്ത്യ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നേരിട്ട് പറയുന്നുണ്ട്. മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങൾ മോഡിജിക്ക് ചെയ്യാൻ കഴിയും. 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തതാണ് തിരുവനന്തപുരത്തിന് എയിംസ് തരാമെന്ന്. ഇന്നിപ്പോൾ എത്ര വർഷമായി? 70-75 വർഷമായി. ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. മോഡിജിക്ക് അത് സാധിക്കും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി അധികാരത്തിൽ കേന്ദ്രമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ഉറപ്പ് നമുക്കൊരു എയിംസ് കിട്ടും. കാലം 30 പിന്നിടുമ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചവർ മുഖ്യ എതിരാളിയായി BJPയെ അംഗീകരിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന തുടർച്ചയിൽ തിരുവനന്തപുരത്തിന്റെ സംഭാവന ഇത്തവണ കട്ടായമെന്നാവർത്തിച്ച് P. അശോക് കുമാർ പതിവ് പുഞ്ചിരിയോടെ എണീറ്റു. പ്രചാരണത്തിന്റെ ഭാഗമായി ഭവന സന്ദർശനങ്ങളാണ് അടുത്ത അജണ്ട. ശിഷ്യരെ നേരിൽ കാണാനിറങ്ങുന്ന പഴയ അധ്യാപകന്റെ പ്രായം തളർത്താത്ത അതേ ചുറുചുറുക്കാണ് അദ്ദേഹത്തിനിന്നും. ജനം, തിരുവനന്തപുരം. എന്തായാലും തിരുവനന്തപുരത്തിന്റെ പഴയ തെരഞ്ഞെടുപ്പ് ചിത്രം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളെല്ലാം തന്നെ ഇനി നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ചിത്രം നമുക്കറിയാം. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രഭാവലയം തന്നെ എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. അത് തന്നെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ, ഈ മണ്ഡലം ഇളക്കി മറിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഓരോരുത്തരോടും സംവദിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്, നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ പ്രകടന പത്രികയായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേകതയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതെ, അങ്ങോട്ടൊക്കെ പോയിട്ട് അദ്ദേഹം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം ഞാൻ ഒരുക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. എന്നാൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വലതും കോട്ടകളിലൊക്കെ വലിയ വിള്ളലുണ്ടാക്കുകയും BJP വലിയ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒന്ന് കണ്ടുവരാം.
മത്സരമല്ല തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം നിയോഗമാണെന്ന് വിശ്വസിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് തലസ്ഥാനത്തെ പോരാട്ടം. അതിനാൽ തന്നെ വികസനം എത്തിക്കാൻ എല്ലാ മേഖലകളിലുമുള്ളവരുമായി ഇനി ആശയവിനിമയം നടത്തും. വിവിധ മേഖലകളിലെ ജനങ്ങളുമായി സംവദിക്കും. അവരുടെ അഭിപ്രായവും താല്പര്യവും മനസ്സിലാക്കി തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യം. തീരദേശ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് തന്റെ വികസനം. ഇതൊരു എന്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട്. അത് ഇനി ഞാൻ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു നെഗ്ലിജൻസും ഇങ്ങനെ ഒരു ഡിക്ലൈൻ അതിന് മാറ്റണം. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. MP ആയാൽ മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി, അത് എല്ലാവർക്കും അറിയാലോ. അതൊരു കോമൺ സെൻസ് ആണ്. കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ മുൻ അംബാസിഡറും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാനുമായ TP ശ്രീനിവാസനും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി TP ശ്രീനിവാസൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് മാറ്റമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള ആളാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറെന്നും ഇവിടെ പുരോഗതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സ്ഥാനം ഏറ്റെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ചെയ്യുന്നത് പറയുന്നതെല്ലാം ചെയ്തില്ല. അപ്പൊ അത് നമ്മൾ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിനോട് നമ്മൾ പറയുകയാണ് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവിൽ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരാണ് നല്ലത് എന്ന് വിചാരിച്ചാൽ അവരോട് സഹകരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്, ഇത് സഹകരിക്കാമെന്ന് സമ്മതിച്ചത്. തലസ്ഥാനത്തിന്റെ പൾസറിഞ്ഞ് പ്രചാരണം NDA കൊഴുപ്പിക്കുകയാണ്. ഒപ്പം സ്ഥാനാർത്ഥിയും. ജനം, തിരുവനന്തപുരം. മനോഹരമായൊരു റിപ്പോർട്ട്. അതിനുശേഷം എന്തായാലും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഓരോ മുന്നണികൾ. അതായത് കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ഓഫീസുകൾ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകുക. അത് മൂന്ന് മുന്നണികളും അത് ഒരുപോലെ തന്നെ തങ്ങൾക്ക് അനുയോജ്യമായ ഇടങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ? അതെ, ഈ BJPയും കോൺഗ്രസും ഒക്കെ അവരുടെ സംസ്ഥാന കാര്യാലയത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നെങ്കിലും CPMും CPI ഒന്നും അവിടെയല്ല അത് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് എല്ലാ പാർട്ടികളും എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കും. BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലും കോൺഗ്രസിൻ്റേത് UDFിൻ്റേത് ഇന്ദിരാഭവനിലുമാണ്. എന്നാൽ CPMൻ്റേതും CPIയുടേതും ഇവരുടെ AKG സെൻറ്ററിലോ അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലോ അല്ല അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏകോപനം നടക്കുന്നത്. ആ ഒരു വാർത്ത ഏത് രീതിയിലാണ് ഈ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്ത ഏകോപിപ്പിക്കുന്നത്, എങ്ങനെ ഈ വക കാര്യങ്ങളൊന്ന് നോക്കി വരാം. രാജ്യതലസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിഗംഭീരമായാണ് കേരള നാട്ടിൽ പുരോഗമിക്കുന്നത്. മുന്നണി സമവാക്യങ്ങളിൽ പോലും മാറ്റമുണ്ടാക്കാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയങ്ങളുടെ ദൃശ്യമാണ് കണ്ടത്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ഓഫീസ് BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിൻ്റേത് ഇന്ദിരാഭവനിലുമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഭരണത്തിലുള്ള LDF മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കായി AKS സെന്ററിലോ CPIയുടെ സംസ്ഥാന ഓഫീസായ PS സ്മാരകത്തിലോ മുന്നണി ഓഫീസുകളുടെ പ്രവർത്തനമില്ല. മുന്നണി സമവാക്യങ്ങളെപ്പോലും മാറ്റിമറിക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും നാം കണ്ടിട്ടുള്ളത്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന് പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നതും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും മുന്നണികളിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടുതന്നെ അറിയണം. 16 സീറ്റിൽ CPMും 4 സീറ്റിൽ CPIയുമാണ് LDF മുന്നണിയിൽ മത്സരിക്കുന്നത്. 16 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ മുസ്ലിം ലീഗും, ഓരോ സീറ്റ് വീതിൽ RSPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി UDFും, 16 സീറ്റിൽ BJPയും 4 സീറ്റിൽ BDJSുമായിട്ടാണ് NDA മുന്നണിയും മത്സരിക്കുന്നത്. അതിശക്തമായി നടക്കുന്ന ഈ മത്സരത്തിൽ തെരഞ്ഞെടുപ്പ് കാര്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളും അതിഗംഭീരമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.
വരികയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നണികളൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു, ഏകോപിപ്പിക്കുന്നു. ഈ തിരുവനന്തപുരത്ത് അഖിൽ പാലോട്ടുമടമുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇന്നിറങ്ങി. വലിയ വിമർശനമാണ് കേന്ദ്ര നേതൃത്വത്തിനെതിരെ. കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി കാണാനില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി CAA-യുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ഭാഗമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ്. CAA ആണ് ഇവരുടെ പ്രധാന ആയുധം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ഈ CAA തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായി മുന്നോട്ടേക്ക് വെക്കുന്നത് അല്ലെ? മറ്റെന്തൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഈ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു കരിത്തനലിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടാനുള്ള വലിയ പോരാട്ടം തന്നെ നടത്തുന്നുണ്ട്. അതിനവർ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതാണ് അവർ ഏറ്റവും ലേറ്റസ്റ്റായി ഇറക്കിയിരിക്കുന്ന പുതിയ ക്യാമ്പയിനിങ് ഡയലോഗായി ഇറക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി തന്നെ അതിന് ചില മാസ് ഡയലോഗുകൾ തന്നെ ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനമായും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച 3 LDF-ന്റെ പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തത്. രാവിലെ നെയ്യാറ്റിൻകരയിലായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾക്ക് ബഹുഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, അതുപോലെ തന്നെ മുസ്ലിം മെജോറിറ്റിയുമുള്ള ഒരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. ആ പ്രദേശത്ത്, അതായത് ഈ നെയ്യാറ്റിൻകര, കോവളം, പാറശാല നിയോജക മണ്ഡലങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു LDF-ന്റെ നെയ്യാറ്റിൻകരയിലെ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പൊതുയോഗം ഉണ്ടായിരുന്നു. അവിടെയാണ് രൂക്ഷമായ ഒരു വിമർശനം കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും എതിരെ ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ CAA നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്ത് വലിയ വിഭജനം നടത്താൻ പോകുന്നു എന്ന വലിയൊരു ഡയലോഗായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷെ അതിന് മുഖ്യമന്ത്രി ആ ഡയലോഗ് പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി പറയുന്നത് രാജ്യത്തൊരു നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമം എല്ലാവർക്കും ബാധകമാണ്, അത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ് എന്നതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാദമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഡയലോഗ് പറഞ്ഞത് ഈ തിരുവനന്തപുരം പാർലമെന്റിൽ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോയാൽ അത് UDF-ആയി തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ, നിലപാട് പറയാൻ കരുതുള്ള ഒരാളാണോ എന്ന ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇന്ന് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി ഇന്നലെ എന്നോട് തന്നെ പ്രതികരിക്കുന്ന സമയത്തും ഈ രാഷ്ട്രീയം തന്നെയാണ് CAA സംബന്ധിക്കുന്ന അത് മുഖ്യ രാഷ്ട്രീയ അജണ്ടയായി, തെരഞ്ഞെടുപ്പ് അജണ്ടയായി കേരളമെമ്പാടും ഉയർത്തിക്കാട്ടാനുള്ള ഒരു പ്രായോഗിക തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം മേഖലയിൽ നിന്നും ഈ തിരുവനന്തപുരം മേഖലയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ ഇന്ന് LDF കുറച്ചുകൂടി മെച്ചപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ സംഘടിപ്പിച്ചു. NDA-യുടെയും അതുപോലെ വികസന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അപ്പുറത്ത് നാടിന്റെ രാഷ്ട്രീയമാണ്, ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് പറയേണ്ടതെന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തി BJP-യുടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ പൊതുവായ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാൻവാസിൽ ജനങ്ങളുടെ അഭിപ്രായം തന്നെ തേടുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. UDF സ്ഥാനാർത്ഥിയാകട്ടെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെയും അതുപോലെ തന്നെ ചില തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രചരണം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക നൽകിക്കൊണ്ടുള്ള ഒരു തുടക്കം NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തുന്നത് തന്നെ വലിയ ജനാവലിയോടുകൂടിയായിരുന്നു, വലിയ പ്രവർത്തകരുടെ ആവേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകാനുണ്ടായിരുന്നത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്നു, വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊല്ലത്ത് കുറച്ചുകൂടി മാറ്റം സംഭവിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അവസാനമാണ് NDA-യുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിക്കുന്നത്. കൃഷ്ണകുമാർ പ്രഖ്യാപിച്ച ആദ്യഘട്ട പ്രചരണങ്ങളിൽ NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ M മുകേഷും ഒക്കെ എത്തിയ സ്ഥലങ്ങളിലേക്ക് അതിവേഗം ഓടിയെത്താനുള്ള കൃഷ്ണകുമാറിന്റെ ഓട്ടപ്പാച്ചിലുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഒരു ഓട്ടപ്പാച്ചിലാണ്, ആ ഓട്ടമുണ്ട്. ആ ഓട്ടത്തിൽ പക്ഷേ കൃഷ്ണകുമാർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ വലിയ മുൻതൂക്കം BJP-ക്ക് ഉണ്ടായിരുന്നു, NDA-ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ തരത്തിലേക്കൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെത്തുമ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക LDF-നുണ്ട്. അതുകൊണ്ടാണ് ചന്ദനത്തോപ്പ് ഐറ്റിയിലടക്കം NDA സ്ഥാനാർത്ഥി എത്തുന്നിടത്തൊക്കെ തന്നെ ഈ CPM-ന്റെ ചില പോഷക സംഘടനകൾ ചില സംഘർഷ സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അതെവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ പത്തനംതിട്ടയിൽ 1-ാം തീയതി NDA-യുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. പ്രകാശ് ജാവദേക്കർ തന്നെ പങ്കെടുക്കുന്ന ഒരു NDA കൺവെൻഷൻ ഉണ്ട്. അതിനും അപ്പുറത്തൊരു പടി കൂടി കടന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു അംഗമായി ഇന്ന് പ്രഖ്യാപിച്ച നേരത്തെ ഗൗതം തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ 27 അംഗ ഒരു
പ്രകടന പത്രിക ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പ്രകടന പത്രിക ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സമിതിയെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുന്നു. രാജ്നാഥ് സിന്ധ്യയുടെ നേതൃത്വത്തിൽ ഒരു ചെയർമാനായിട്ടുള്ള ഒരു പ്രകടന പത്രിക നിർമ്മാണ സമിതി ഉണ്ടാക്കുന്നു. അതിൽ കേരളത്തിന്റെ പ്രാതിനിധ്യമായി അനിൽ ആന്റണി എത്തുന്നുണ്ട്. ഒരു യൂത്ത് ഐക്കൺ തന്നെ ഈ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിൽ, ദേശീയ ജനാധിപത്യത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ പങ്ക്, കേരളത്തിനായുള്ള വികസനം എന്തൊക്കെയായിരിക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ആ പ്രത്യേകമായ സമിതിയിലേക്ക് അനിൽ ആന്റണിയെ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യവും ആ തരത്തിൽ തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുവെ തിരുവനന്തപുരം മേഖലയിലെ തെരഞ്ഞെടുപ്പ് അത്യാവശ്യമായ ഒരു വാശിയിലേക്ക് തന്നെ കടന്നു പോകുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, രാഷ്ട്രീയ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. ആ പ്രതികരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ജനാവലി ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും ഒക്കെ തന്നെ പോകുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും, അല്ലെങ്കിൽ മുന്നണികൾക്കും അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ചിഹ്നങ്ങൾ പോലും നിലനിർത്താനുള്ള ഒരു അതീവ ജീവനത്തിന്റെ പോരാട്ടം തന്നെയാണ്. ചിലപ്പോൾ ചില പാർട്ടി ചിഹ്നങ്ങൾ നഷ്ടപ്പെട്ട് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ കിട്ടിപ്പോകുമോ എന്നുള്ള ഒരു ആശങ്ക പോലും നിലനിൽക്കുന്ന തരത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ഈ തെരഞ്ഞെടുപ്പിൽ അതിവേഗം മുന്നോട്ട് പോകാനുള്ള അവരുടെ ജീവൻ നിലനിൽപ്പിനുള്ള പോരാട്ടമായി മാറ്റുന്ന കാഴ്ചയും കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇറങ്ങി നിൽക്കുകയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടാണ്, പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളതാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാർ വാല്യൂ ക്യാമ്പയിനറായി VS അച്യുതാനന്ദന്റെ ചിത്രം വെച്ച ആ തെരഞ്ഞെടുപ്പുകളിൽ മറ്റു സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും VS അച്യുതാനന്ദന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് അടിക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്തതിനു ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഫ്ലക്സ് ബോർഡുകളിലൊക്കെ തന്നെ വലിയൊരു തോതിലൊന്നും തന്നെ ഈ CPM-ന്റെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ. കാരണം ചിലപ്പോൾ അത് LDF സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ വോട്ട് ചോദിക്കുന്നതിലുള്ള ഒരു ആശങ്കയായിരിക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് സപ്ലൈകോയിൽ സാധനമില്ലാത്തതിനെ പറ്റി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതിനെ പറ്റി മറുപടി പറയേണ്ടി വരും. പെൻഷൻ മുടങ്ങിയതിനെ പറ്റി വോട്ടർമാരോട് മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ വോട്ടർമാരോട് മറുപടി പറയേണ്ടി വരും. അതുപോലെ ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചതിലും വീട്ടുകരം വർദ്ധിപ്പിച്ചതിലും നികുതി വർദ്ധിപ്പിച്ചതിലും ഒക്കെ തന്നെയുള്ള മറുപടി എല്ലാം LDF ഗവൺമെന്റിനെ പറയേണ്ടി വരും, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വരുമെന്നുള്ള ഒരു ആശങ്കയായിരിക്കും. മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളൊന്നും തന്നെ ഇറങ്ങിയ ഫ്ലക്സുകളിലോ അല്ലെങ്കിൽ ഇറങ്ങിയ പോസ്റ്ററുകളിലോ ഒക്കെ തന്നെ കുറവായി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയ കുഴപ്പമുണ്ട്. കാരണം അവർ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ വയനാട്ടിലെത്തിയത് പോലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വിഷമഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അതും അവരുടെ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ വാല്യൂ ക്യാമ്പയിനറായി ആരെ കേരളത്തിൽ മണ്ഡലങ്ങളിൽ എത്തിക്കും. കാരണം അവരുടെ സ്റ്റാർ വാല്യൂവായി ഉള്ള ഏറ്റവും വലിയ നേതാവായ രാഹുലും അതുപോലെ തന്നെ KC വേണുഗോപാലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നേരത്തെ സുധീഷും അതുപോലെ തന്നെ നമ്മൾ അരുണും സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രന്റെ വരവ് വലിയ രീതിയിലാണ് അവിടെ ഒരു മത്സരത്തിന്റെ ആക്കം കൂട്ടിയിരിക്കുന്നത്. ഈസി വാക്ക് ഓവറായി KC വേണുഗോപാലിന് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന എല്ലാ ഘട്ടത്തിലും ഒക്കെ തന്നെ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചെങ്കിലും അപ്രതീക്ഷിതമായുള്ള ശോഭാ സുരേന്ദ്രന്റെ വരവ് അത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കരിമണൽ ഖനനം പോലുള്ള കരിമണൽ കമ്പനിയുടെ അവിടുത്തെ കൊള്ളയടക്കമുള്ളവയൊക്കെ തന്നെ വലിയ രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയായി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ കേരളത്തിന്റെ ഒരു സമവാക്യത്തിന്, രാഷ്ട്രീയ സമവാക്യത്തിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുന്നണികൾക്ക് ഒരു നിക്കക്കള്ളിയില്ലാത്ത പോരാട്ടമായിരിക്കും. കാരണം ഇത്തവണ 19 സീറ്റിൽ അല്ലെങ്കിൽ 18 സീറ്റിൽ UDF നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചില ഘടകകക്ഷികൾ അവരെ വിട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ അവർ തന്നെ വലിയ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ രാജിവെച്ച BJP-യിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നണികൾക്ക് വലിയ ചോദ്യചിഹ്നമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ചില പാർട്ടികൾക്ക് അവരുടെ ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടവുമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺ ഗോകുൽ. തീർച്ചയായും സമഗ്രമായ ഒരു റിപ്പോർട്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ എല്ലാ സമഗ്രമായ ഒരു രാഷ്ട്രീയ ചിത്രം തന്നെ അഖില് നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. ഗോകുല, ഇനി മട്ടാഞ്ചേരിക്ക് പോയിട്ടുണ്ടോ? മട്ടാഞ്ചേരി ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എറണാകുളത്തായിരുന്നു PG പഠിച്ചത്. മട്ടാഞ്ചേരിയിൽ എന്താ സംഭവം?
മട്ടാഞ്ചേരിയിൽ അവിടെ നമ്മൾ ജോലി സംബന്ധമായൊക്കെ പോകുമ്പോൾ പല സംസ്കാരങ്ങൾ ഉള്ള ഒരു നാടാണ്. അവിടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രാജ്യത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് രാജ്യത്തിന്റെ സംസ്കാരം എന്നും അല്ല, വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, വളരെ ഒരു കൗതുകമാണ് അവരെ കാണാൻ. അവിടെ തെരഞ്ഞെടുപ്പും വിശേഷമാണ്. അതെ, ആ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് നമുക്ക് പോവാം. രാജ്യം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാകുമ്പോൾ ഉത്തരേന്ത്യൻ സമൂഹം, കേരളത്തിലുള്ള ഉത്തരേന്ത്യൻ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അവരുടെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തെക്കുറിച്ച് വ്യക്തമാകണം. ഇപ്പോൾ ഗുജറാത്തി സമൂഹത്തിന്റെ ഒപ്പമാണ് നമ്മളുള്ളത്, മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി സമൂഹത്തിനൊപ്പം. അവരുടെ ഒരു ആഘോഷ പരിപാടികളുടെ ഭാഗമായി, വാർഷിക പരിപാടികളുടെ ഭാഗമായി എല്ലാവരും ഒത്തുകൂടിയതാണ്. അന്താരാഷ്ട്രീയ മത്സരമടക്കം വിവിധ പരിപാടികളെല്ലാം ഇവിടെ ചേർന്ന് 3 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടികളുള്ളത്. അങ്ങനെയാണ് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് തന്നെ ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗത്ത് വെച്ച് ഒരുമിച്ച് തന്നെ കിട്ടി. ഇവരെല്ലാവരും തന്നെ ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് ചോദിക്കാം. സാറേ, നമുക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ അല്ലേ? അതെ അതെ, എത്തിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു സാർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും അതിന്റെ? നല്ല തെരഞ്ഞെടുപ്പുണ്ടാവും, ഒട്ടും ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. ഗുജറാത്തിൽ എന്താണ് ഒരു സാഹചര്യം? ഗുജറാത്തിൽ എങ്ങനെയാണ്, ആർക്കാണ് ഒരു സാധ്യത, അല്ലെങ്കിൽ രാജ്യത്താകെ ആർക്കാണ് സാധ്യത? BJP-ക്കാണ് മിക്കവാറും BJP. ഇവിടെയും ഗുജറാത്തി സമൂഹം ഒരുമാതിരി BJP സപ്പോർട്ടേഴ്സാണ്. മോദീസ് വർക്ക് ഈസ് വെരി ഗുഡ്. മോദിയുടെ കാര്യം നല്ലതാണ്, നമ്മുടെ ദേശിന്റെ വികാസമായിട്ടാണ്. അപ്പോൾ നമുക്ക് മോദി സർക്കാർ വേണം. നമുക്ക് വികസനമാണ് നമ്മുടെ ഒരു. യെസ്, ബിക്കോസ് ഓഫ് ഡെവലപ്മെന്റ് വി ആർ സപ്പോർട്ടിംഗ് മോദി. എന്താ മാഡം പറയാ? മോദി. അതെ അതെ. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സാധ്യതകൾ കാണുന്നത്? കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരും വീണ്ടും? According to here, എനിക്ക് കുറച്ച് മലയാളം അറിയില്ല, but according to here, BJP won't come, I think so. But then too, we are supporting BJP only, and let's hope the best wins. But I will say those who are watching, support BJP. It will develop our Kerala very fast. Thank you. ഇവരെല്ലാവരും തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പൊതുവായി കേൾക്കുമ്പോൾ തന്നെ ആ ഗുജറാത്ത് സമൂഹം എത്രമാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു, രാജ്യമാകെ തന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രിക്കൊപ്പവും BJP-ക്കൊപ്പവും നിൽക്കുന്നു എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തം തന്നെയാണ് അവരുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. BJP മികച്ച വിജയം നേടുമെന്ന് തന്നെ ഉള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ളത്. എങ്ങനെയാണ് സാർ ഈ ഒരു തെരഞ്ഞെടുപ്പ്? നരേന്ദ്രമോദി നിസ്വാർത്ഥ സേവ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു സ്വാർത്ഥമില്ല. So he definitely will win this election. നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു പ്രധാനമന്ത്രി കിട്ടി. എങ്ങനെയാണ്? അതെ സാറേ, we all wish that he should be again 03 should be Modi's government for the betterment of the youngsters, especially in Kerala. Also he has developed, there is no city in Kerala, kore education centerum ഒന്ന് റോഡും നന്നാക്കിയിട്ടുണ്ട്. So we all wish him all the good luck. Development is there. എങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് നരേന്ദ്രമോദിയുടെ ആരാധകരുണ്ടോ ഇതിന്റെ അകത്ത്, ഈ കൂട്ടത്തില്? വന്നു പറഞ്ഞ മോളെ, എങ്ങനെയാണ് നരേന്ദ്രമോദിജിയെ കാണുന്നത്? He is very good and he develops our country so much. Narendra Modi will come. We love Narendra Modi because he can develop our country. എല്ലാ മേഖലയിലുള്ളവരും വേണല്ലോ നമുക്ക് ഇതുമായിട്ട് അഭിപ്രായം. വരുന്നോ? വരും മുന്നിലേക്ക് വന്നു. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരാം. എന്താണ് പറയാനുള്ളത്? നല്ല ഫൈൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച്. നരേന്ദ്രമോദി നല്ല നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതെ. തീർച്ചയായും ഇവിടെ വലിയൊരു ആഘോഷ കലാപരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതുതന്നെയാണ് ഉത്തരേന്ത്യൻ സമൂഹം കേരളത്തിൽ, അതായത് വികസനം വേണമെന്ന കാഴ്ചപ്പാട് അതിലേക്ക് രാജ്യമാകെ മാറിയിരിക്കുന്നു. ആ കാഴ്ചപ്പാടിനൊപ്പം നീങ്ങാനാണ് കേരളവും തയ്യാറെടുക്കുന്നത്. ആ കേരളത്തിന്റെ മനസ്സ് എങ്ങനെയാണ് മാറുന്ന കേരളത്തിന്റെ മനസ്സ്, അത് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉത്തരേന്ത്യൻ സമൂഹം അവരുടെ വലിയൊരു പിന്തുണ കാലങ്ങളായി തന്നെ പ്രധാനമന്ത്രിക്കും BJP-ക്കും എല്ലാം ഉണ്ട്. അങ്ങനെ വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഗുജറാത്തി സമൂഹവും ഉള്ളത്. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.
എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം ഇപ്പം നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വരും. കേരളത്തോടൊരു പ്രത്യേക സ്നേഹം പറയുന്നു. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആലത്തൂർ NDA സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായ ഒരു വിളി വന്നിരുന്നു. അതിൽ പറഞ്ഞത് കേരളത്തിലെ സാഹചര്യത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നു, അതിലേറ്റവും പ്രധാനപ്പെട്ട കരുവന്നൂർ ബാങ്ക് വിഷയമൊക്കെ അടക്കം എല്ലാ വിഷയങ്ങളും അറിയാവുന്നതാണ്. ഏത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകനെ തൊട്ട് ഈ സ്ഥാനാർത്ഥിയെ വിളിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ അവരോടൊക്കെ എന്താ ചോദിക്കേണ്ടത്, എന്താ പറയേണ്ടത്, ആ ഒരു മലയാളത്തിലൊക്കെയാണ് സംസാരിച്ചത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ട് തോന്നുന്നു. പ്രസംഗത്തിലായാലും ഒരു ശൈലിയിലുള്ള ഒരു മലയാളത്തിൽ. എന്തായാലും അരുൺ ആലത്തൂർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച്, അതിലേക്ക് പോവാം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയിലും അതുപോലെ തന്നെ BJPയിലെയും അടിത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ നേരിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏതായാലും വിവിധ ബൂത്തുകളിൽ അത്തരത്തിൽ അതിനുവേണ്ടി അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പാലക്കാട് നഗരത്തിൽ ഇത്തരത്തിൽ ഒരു ബൂത്തിൽ വിളിച്ചു. ആ ബൂത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം ചേരുന്നത്. ബൂത്തിന്റെ എന്തായിരുന്നു ഇൻചാർജ്, എന്താണ് നിങ്ങൾ എപ്പോഴാണ് വിളിച്ചത്? എന്നെ വിളിച്ചതെന്ന് വൈകുന്നേരം 6 മണിക്കാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. 6:30 മണിയോടുകൂടിയാണ് അദ്ദേഹം വിളിച്ചത്. ഞാൻ 3-ാം ബൂത്തിലെ പ്രസിഡന്റാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ 3-ാം ബൂത്തിലെ പ്രസിഡന്റാണ്. എത്രത്തോളം ഒരു സന്തോഷമുണ്ട്. ബാലഗോപാൽ എന്നാണ് പേരല്ലേ? ബാലഗോപാൽ എന്നാണ് പേര്. അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമായിട്ട് തോന്നി. കാരണം സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത്. നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുക, അതും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യ മുന്നണി ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു, അഴിമതിക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ പ്രവർത്തനം, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. പ്രധാനമന്ത്രിയോട് എന്താണ് ചോദ്യം ചോദിച്ചത്? പ്രധാനമന്ത്രി എന്നോട് ഈ കാര്യക്രമങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. കാരണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജനങ്ങളേവരും മോദിജിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നുണ്ട്, അഴിമതിരഹിതമായൊരു ഭരണം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കഴമ്പുള്ള യാതൊരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അനുകൂലമായ പ്രതികരണം അവരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചത്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചു. കരുവന്നൂർ വിഷയം അദ്ദേഹം ഇങ്ങോട്ടായിട്ട് പറഞ്ഞതാണ്. കാരണം അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ഇരു മുന്നണികളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് അദ്ദേഹം കൂടുതൽ ഊന്നിക്കൊണ്ട് ഈ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ഊന്നി പറയുന്ന സാഹചര്യത്തിലാണ് കരുവന്നൂർ ബാങ്കിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു കോള് കൂടുതൽ ഊർജ്ജം പകരുമോ നിങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ? തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രവർത്തകർ, 3-ാം ബൂത്തിലെ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ്. നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ഈ ബൂത്തിൽ അല്ലെങ്കിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബൂത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു 80% മുകളിൽ വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ പ്രിയങ്കരനായ, ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ കൃഷ്ണകുമാർജി. അപ്പോൾ കൃഷ്ണകുമാർജിക്ക് നേടിക്കൊടുക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങൾ സാധ്യമാക്കുകയും ചെയ്യും. തന്നെയാണ്. ഏതായാലും BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, NDA പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ബൂത്ത് തലത്തിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഫോണിൽ ബന്ധപ്പെടുന്നു എന്നുള്ളത് വലിയ ഊർജ്ജം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോൺ കോളിലൂടെ എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകളിലെ ആളുകളുമായാണ് അദ്ദേഹം സംസാരിച്ചത്. അതിലൊരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കരുവന്നൂർ വിഷയം വീണ്ടും പ്രധാനമന്ത്രി തന്നെ ചർച്ചയാക്കുന്നു. ഒരു വിഷയമാണ്. സാധാരണപ്പെട്ട സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അടക്കമുള്ളവ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പദയാത്ര നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലേക്ക് ഇപ്പം തിരുവനന്തപുരം മേഖലയിലേക്ക് കിട്ടി, മധ്യ കേരളത്തിലേക്ക് കിട്ടി, ഇനിയും വടക്കൻ കേരളത്തിലെ വിശേഷങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്കൊപ്പം പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ വടക്കൻ കേരളത്തിലേക്ക്, നമ്മൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു ആവേശം
ഈ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നു എന്ന് തന്നെ, പ്രത്യേകിച്ച് കോഴിക്കോട്, അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട്, കാസർഗോഡ്, വയനാട്, അങ്ങനെ എല്ലാ ഇടങ്ങളിലും വലിയൊരു മത്സരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമല്ല. എല്ലാവരും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമായി BJP മുന്നോട്ട് പോകുമ്പോൾ, ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഈ CPM പ്രത്യേകിച്ച് ഇടത് മുന്നണി സർക്കാരിൻ്റെ വിലയിരുത്തൽ, നമ്മൾ പല തവണയും സ്ഥാനാർത്ഥികളോട് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമോ ഈ ഒരു മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ CA അടക്കം, അതായത് രാഷ്ട്രീയ പരീക്ഷണശാലയായി നമുക്കറിയാം, ഈ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ CA അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് CPM മുന്നോട്ട് പോകുന്നു, അതിനെ മത്സരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ചർച്ചയാക്കാനുള്ള പരമാവധി ഒരു ശ്രമങ്ങൾ അവരുടെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഒരു പക്ഷെ അവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന വയനാടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വന്യമൃഗ ശല്യമാണ്. നമ്മൾ ഓർമ്മയില്ല, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് നമ്മളൊരു ആന ഒരു വ്യക്തിയെ കൊന്നതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മളവിടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വേറൊരാളെ മറ്റൊരാളെ കൊല്ലുന്നത്. ഇത്തരത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും വയനാടോ അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളിലൊന്നും LDF UDF മുന്നണികൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ്. അത് അന്ന് അവർ MP അജീഷിന്റെ വീട്ടിലേക്ക് വന്നപ്പം നാട്ടുകാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഒരാളാണ്, ആള് വന്ന സമയത്ത് ആളെവിടെ വന്നിട്ട് അദ്ദേഹം ഒരു തവണ അജീഷിന്റെ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു. അന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഏതായാലും 3-ാം തീയതി അദ്ദേഹം വീണ്ടും മണ്ഡലത്തിലേക്ക്, താമരശ്ശേരി, വയനാട്, മാനന്തവാടി രൂപത ബിഷപ്പൊക്കെ കൃത്യമായ നിലപാട് എടുത്തു. എന്തായാലും വലിയൊരു ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ സജീവമാണ് എന്നുള്ള. വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമൊന്നുമല്ല. പക്ഷെ അവിടേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നതോടുകൂടി ആ തെരഞ്ഞെടുപ്പ് രംഗം തന്നെ മാറുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 80,000-ഓളം വോട്ടുകളോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ BJPക്ക്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ തന്നെ BJP അവിടെ കളത്തിലിറക്കിയതോട് കൂടിയിട്ട് ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് വരികയാണ്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡും കോഴിക്കോടും ഒക്കെ തന്നെയാണ് ഈ സംഘടനാ സംവിധാനം ശക്തമായിട്ടുള്ളതും, 1.5 ലക്ഷത്തിന് മുകളിൽ 2 ലക്ഷത്തോളം വോട്ടുകളുള്ളതും. പക്ഷെ അതേ പ്രാധാന്യത്തോടു കൂടി വയനാട് ലോക്സഭാ മണ്ഡലം ചർച്ചയിലേക്ക് വരാൻ കാരണം BJPയുടെ ഈ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നതിലുള്ള ഒരു സംഭവമാണ്. അതെ, KL അശ്വിനി. വനിതകളാണ് ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളിൽ വനിതകൾ 5 സ്ഥാനാർത്ഥികൾ NDAയുടെ പട്ടികയിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ മാനം അവർ നൽകുന്നു. എന്തായാലും കാസർഗോഡും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം അവിടെ നടക്കുന്നു. കൃത്യമായിട്ട് അവിടെ സ്വാധീനം ഉള്ള ഒരു ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് പോകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അശ്വിനി. ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഒന്നും ആയിരുന്നില്ല സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ മുസ്തഫയുടെ പേരൊക്കെ ആയിരുന്നു ഉയർന്നു വന്നത്. പിന്നീട് വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തെ മാറ്റുന്നു. ഇദ്ദേഹത്തിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. ജില്ലാ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളൊരു വിഷയമൊക്കെ ഉണ്ട്. അതേപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ 5 വർഷമായിട്ട് മണ്ഡലത്തിലുണ്ട്. BJP അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 30% വനിതാ സംവരണം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രവൃത്തിയിലേക്കൂടെ BJP നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. 5 വനിതകൾ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരാളേ ഉള്ളൂ, ആലത്തൂർ രമ്യ ഹരിദാസ് മാത്രമേ ഉള്ളൂ. CPMനെ കുറിച്ച് പറയുകയാണെങ്കിൽ KJ ഷൈനും വടകരയിൽ ശൈലജ ടീച്ചറുമുണ്ട്. എല്ലാ തരത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ NDAയുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. നരേന്ദ്രമോദി തന്നെ ഈ കണ്ണൂരേക്ക് വരുവാണെങ്കിലും കണ്ണൂരും ഒരു തീപാർന്ന ത്രികോണ മത്സരം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം. എന്തായാലും കോൺഗ്രസിൽ നിന്ന് വന്ന ആള് BJPയിലേക്ക് വരുന്നു. അതോടെ വടകരയെ സംബന്ധിച്ചോളാണ് ഏറ്റവും ട്വിസ്റ്റായുള്ള അപ്രതീക്ഷിതമായുള്ള സ്ഥാനാർത്ഥി നിർണയം. കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോടും അത് തന്നെയാണ്. എന്തായാലും മണ്ഡലങ്ങളിലും അതോടൊപ്പം തന്നെ BJP അടക്കം ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങൾ വലിയ ത്രികോണ മത്സരത്തിന്റെ ഒരു വീറും വാശിയും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്തേ.